നമസ്കാരം. നമ്മുടെ രാജ്യത്ത് നിലവിൽ ഒത്തിരി ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉണ്ട്. ഓരോ ദിവസവും പുത്തൻ ലോഞ്ചുകൾക്ക് നാം സാക്ഷ്യം വഹിക്കാറുമുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് പുറമെ പരമ്പരാഗത വാഹന നിർമ്മാതാക്കളും ഈ രംഗത്തേക്ക് കടന്നു വന്നതോടെ മത്സരം കൂടുതൽ കടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഇരുചക്ര വാഹന വിഭാഗത്തിലെ രാജാക്കന്മാരായ ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടർ ഇന്ത്യ EV വിഭാഗത്തിലേക്ക് അല്പം വൈകിയാണ് ചുവടുവെച്ചത്. എന്നാൽ ആക്ടിവയുടെ ഇലക്ട്രിക് പതിപ്പ് മാത്രം പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇരട്ടി മധുരമായി 2 മോഡലുകൾ ഹോണ്ട അവതരിപ്പിക്കുകയായിരുന്നു. ഈ സ്കൂട്ടറുകളുടെ ബുക്കിംഗ്, ഡെലിവറി ടൈം ലൈനുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. അത് വിശദമായി തന്നെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2023-24 കാലഘട്ടത്തിൽ 45,30,000 സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും വിൽക്കുകയും 3,63,000 യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഹോണ്ട ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ്. തങ്ങളുടെ ഏറ്റവും മികച്ച മോഡലായ ആക്ടിവയുടെ ഇലക്ട്രിക് പതിപ്പുമായി കമ്പനി EV വിഭാഗത്തിൽ കൂടി കാലൂന്നുകയാണ്. ആക്ടിവയുടെ തന്നെ ബോഡിയും ഫ്രെയിമും അടിസ്ഥാനമാക്കിയാണ് ഹോണ്ട ആക്ടിവ നിർമ്മിച്ചിരിക്കുന്നത്. ഡിസൈനിന്റെ കാര്യത്തിൽ ഹോണ്ട ആക്ടിവ ഇലക്ട്രിക്കിന് മുന്നിലും പിന്നിലും LED കോമ്പിനേഷൻ ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളുമാണ് ലഭിക്കുക. ആര് കണ്ടാലും സ്വന്തമാക്കാൻ മോഹിക്കുന്ന ഡിസൈൻ EVക്ക് നൽകുന്നുണ്ട്. പേൾ ഷാലോ ബ്ലൂ, പേൾ മിസ്റ്റി വൈറ്റ്, പേൾ സെറനിറ്റി ബ്ലൂ, മാറ്റ് ഫോഗി സിൽവർ മെറ്റാലിക്, പേൾ ഇഗ്നിയസ് ബ്ലാക്ക് എന്നിങ്ങനെ 5 നിറങ്ങളിലും ആക്ടിവ EV ലഭ്യമാണ്. 22 NM പീക്ക് ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 6 kW പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് ഇലക്ട്രിക് മോട്ടോറുമായിട്ടാണ് ആക്ടിവ വരുന്നത്. ആക്ടിവ ഏകദേശം 102 കിലോമീറ്റർ റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത്. പരമാവധി മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇത് സഞ്ചരിക്കുന്നതുമാണ്. പവർ പാക്ക് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കുന്ന സ്വാപ്പിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് മാറാവുന്ന ബാറ്ററികളുമായിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഈ സ്റ്റേഷനുകൾ ഇതിനകം ബംഗളൂരുവിലും ഡൽഹിയിലും പ്രവർത്തന സജ്ജമാണ്. താമസിയാതെ മുംബൈയിലും ഇവ ആരംഭിക്കുന്നതാണ്. കർണാടക തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ഏകദേശം 88 ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സ്വാപ്പബിൾ ബാറ്ററിയുള്ള മറ്റ് കമ്പനി ഉപഭോക്താക്കൾക്കും ഈ സ്റ്റേഷനുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. 1.5 kWh ഫിക്സ്ഡ് ബാറ്ററി പാക്കാണ് ഹോണ്ട QC1 ലഭിക്കുന്നത്. 80 കിലോമീറ്റർ റൈഡിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് പൂർണ്ണമായും ചാർജ് ചെയ്യാൻ ഏകദേശം 7 മണിക്കൂർ സമയമെടുക്കും. 1.8 kW പീക്ക് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹബ് മോട്ടോറിന് ബാറ്ററി പവർ നൽകുന്നുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്ററാണ് ഈ വാഹനത്തിന്റെ പരമാവധി വേഗത. 0 നിന്ന് 40 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ 9.4 സെക്കൻഡ് മാത്രം മതി. ഇരു സ്കൂട്ടറുകളും 69% പ്രാദേശികവൽക്കരണത്തോടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. പ്രാദേശിക വിതരണക്കാരിൽ നിന്ന് ബാറ്ററി അടക്കം വാങ്ങുന്നതിനാൽ തന്നെ ഈ സ്കൂട്ടറുകൾ കുറഞ്ഞ വിലയിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മനേസർ, ആൾവാർ, നർസാപുര, മിഥിലാപൂർ എന്നീ 4 ഫാക്ടറികളാണ് ഹോണ്ടയ്ക്ക് ഇന്ത്യയിലുള്ളത്. പ്രതിവർഷം 6.2 ദശലക്ഷമാണ് EVയുടെ നിർമ്മാണശേഷി. പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നർസാപുര ഫാക്ടറിയിലാകും നിർമ്മിക്കുക. ഇന്ത്യയിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഹോണ്ടയ്ക്ക് നിലവിൽ പ്ലാനില്ല. ആദ്യ വർഷം 2 ഇലക്ട്രിക് വാഹന മോഡലുകളുടെയും ഏകദേശം 1 ലക്ഷം യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കാനായി ഹോണ്ട ആക്ടിവ QC1 എന്നിവ ഘട്ടം ഘട്ടമായിട്ടാണ് പുറത്തിറക്കുക. ബംഗളൂരു, ഡൽഹി, മുംബൈ എന്നീ മെട്രോ നഗരങ്ങളിലായിരിക്കും ആക്ടിവ ആദ്യം തന്നെ വിൽപ്പനയ്ക്ക് എത്തുക.